2002 SAR ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഈ മുകൾ വശത്ത് കാണുന്ന ഇത്രയും ഭാഗങ്ങൾ എല്ലാവരും പൂരിപ്പിക്കേണ്ടതാണ്. അത് SAR ലിസ്റ്റിൽ 2002 ഉൾപ്പെട്ടവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇത്രയും ഭാഗം പൂരിപ്പിക്കുക. ഇനി 2002 SAR ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകളാണെങ്കിലോ അവർ ഈ ഒരു ഭാഗം പൂരിപ്പിക്കുക, അതിനോടൊപ്പം ഇതുകൂടെ പൂരിപ്പിക്കുക. അപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യത്തെ കോളം കിടക്കുന്നത് ജനനത്തീയതിയാണ്. ഇപ്പോൾ നമ്മുടെ ജനനത്തീയതി അവിടെ എഴുതുക. അടുത്ത കോളം കൊടുക്കുന്നത് എന്താണ്? ആധാർ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ ആധാർ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, കാരണം ഓപ്ഷണലാണ്. മൂന്നാമത്തെ കോളം എന്താണ്? മൊബൈൽ നമ്പറാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അത് ഓപ്ഷണലല്ല, അപ്പോൾ തീർച്ചയായിട്ടും കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഇല്ലെങ്കിൽ നമ്മളുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ബ്ലഡ് റിലേഷനുള്ള ആളുടെ ആണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ മൊബൈൽ നമ്പർ കൊടുക്കുക. അടുത്ത കോളം എന്താണ്? പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്, അച്ഛൻ്റെ പേര് കൊടുക്കുക. അത് ലഭ്യമല്ലെങ്കിൽ നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത റിലേഷനുള്ള രക്ഷിതാവിൻ്റെ പേര് നമ്മൾ കൊടുക്കുക. ബ്ലഡ് റിലേഷനുള്ള ആളുടെ പേര് തന്നെ കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എപ്പിക് നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ പേരാണ് കൊടുത്തതെങ്കിൽ അച്ഛൻ്റെ എപ്പിക് നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ ഇലക്ഷൻ ID നമ്പറാണ്, അതുകൂടെ നമ്മൾ കൊടുക്കുക. അപ്പോൾ ആരുടെ പേരാണ് മുകൾ വശത്ത് കൊടുത്തത് അതേ ആളുടെ തന്നെ എപ്പിക് നമ്പർ കൊടുക്കുക. സാധാരണ നമ്മൾ അച്ഛൻ്റെ പേരാണ് കൊടുക്കുന്നത്, അച്ഛൻ്റെ പേരും അച്ഛൻ്റെ ഇലക്ഷൻ ID നമ്പറാണ് കൊടുക്കുന്നത്. അത് ലഭ്യമാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമില്ല, ലഭ്യമാണെങ്കിൽ അത് കൊടുക്കുക. ഇനി അച്ഛൻ്റെ പേര് നമുക്ക് ലഭ്യമല്ലാത്ത ആളുകളാണെങ്കിലോ അവർ അവരുടെ ഒരു രക്ഷിതാവിൻ്റെ പേര് കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ അടുത്ത കോളം എന്താണ്? മാതാവിൻ്റെ പേര്. നമ്മുടെ അമ്മയുടെ പേര് കൊടുക്കുക. മാതാവിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ കൊടുക്കുക. അതായത് നമ്മുടെ അമ്മയുടെ ഇലക്ഷൻ ID നമ്പർ ലഭ്യമാണെങ്കിൽ കൊടുക്കുക, നിർബന്ധമില്ല. കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പങ്കാളിയുടെ പേര് ബാധകമാണെങ്കിൽ, എന്താണ് പങ്കാളിയുടെ പേര്? നമ്മുടെ ജീവിത പങ്കാളിയുടെ പേര്. ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ പേര്, ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ പേര്. ഇത് ബാധകമാണെങ്കിൽ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിച്ചവർക്ക് മാത്രമേ ഇത് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. വിവാഹിതരാണെങ്കിൽ പങ്കാളിയുടെ പേര് കൊടുക്കുക. വിവാഹിതരല്ലെങ്കിൽ ആ കോളം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ പങ്കാളിയുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ പങ്കാളിയുടെ എപ്പിക് നമ്പർ, നമ്മുടെ ജീവിത പങ്കാളിയുടെ ഇലക്ഷൻ ID നമ്പർ ലഭ്യമാണെങ്കിൽ അതുകൂടെ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോഴേക്കും ആദ്യത്തെ ഭാഗം പൂർത്തിയാകും. ഇതെല്ലാവരും പൂരിപ്പിക്കേണ്ട ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2002 SAR ലിസ്റ്റിൽ ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇത്രയും ഭാഗം നമ്മൾ എല്ലാവരും പൂരിപ്പിക്കണം. ഇനി ഉൾപ്പെടാത്തവരാണെങ്കിലോ അവർ മുകൾ വശത്തെ കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കുക. അപ്പോൾ ഇത്രയും ഭാഗം അവർ പൂരിപ്പിക്കുക, അതായത് മുകൾ വശത്തെ ഇത്രയും ഭാഗം അവരും കൂടെ പൂരിപ്പിക്കുക. അവർ ഇത് പൂരിപ്പിക്കേണ്ട, പകരം ഇതാണ് പൂരിപ്പിക്കേണ്ടത്. അവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത്? എന്താണ്? അവസാന SIRൽ പേര് നൽകിയിട്ടുള്ള വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ. നമ്മളുമായിട്ട് ബ്ലഡ് റിലേഷൻ ഉള്ള ഒരാൾ, അദ്ദേഹം 2002 SIRൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ കൊടുക്കുക. അച്ഛൻ്റെ ആവാം, വല്യച്ഛൻ്റെ ആവാം, വല്യമ്മയുടെ ആവാം, സഹോദരങ്ങളുടെ ആവാം. നമ്മളുമായിട്ട് ബ്ലഡ് റിലേഷനുള്ള ആരെങ്കിലും ഒരാളുടെ ഡേറ്റ കൊടുത്താൽ മതി. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെയോ ഭർത്താവിന് ഭാര്യയുടെ ഡേറ്റ കൊടുക്കാൻ പറ്റില്ല. വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛൻ്റെയോ അവരുടെ അമ്മയുടെയോ അങ്ങനെയുള്ള ആളുകളുടെ ഡേറ്റയാണ് കൊടുക്കേണ്ടത്. ഭർത്താവിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഡേറ്റയല്ല കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അവസാന SIRൻ്റെ ആ ഡേറ്റയിൽ പോയിട്ട് സെർച്ച് ചെയ്തെടുക്കണം. അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേരളത്തിൻ്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ പോവുക. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടേക്ക് പോവുക. അവിടെ എത്തി കഴിയുമ്പോഴേക്കും നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ഡിസ്ട്രിക്റ്റ്, നമ്മുടെ ജില്ല തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ പോയിട്ട് നമ്മുടെ ജില്ല തിരഞ്ഞെടുക്കുക. ഞാൻ ഉദാഹരണമായിട്ട് പത്തനംതിട്ട തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ LIC, നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി തിരഞ്ഞെടുക്കാൻ വേണ്ടി പറയും. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് അടൂർ തിരഞ്ഞെടുക്കുകയാണ്. നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ LICയുടെ നമ്പർ നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക. അത് പിന്നീട് ആവശ്യം വരും. ആരുടെ ഡീറ്റെയിൽസ് ആണോ നമ്മൾ സെർച്ച് ചെയ്യുന്നത്, അദ്ദേഹം വോട്ട് ചെയ്യുന്ന ബൂത്ത് അറിയാമെന്നുണ്ടെങ്കിൽ ആ ബൂത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കുക. അതിനുശേഷം ആ വോട്ടറിൻ്റെ നെയിം വേണേൽ നമുക്കിവിടെ കൊടുത്ത ശേഷം സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് കൊടുത്തിട്ട് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇതൊന്നും ഇല്ലാതെ വേണമെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും ഡീറ്റെയിൽസ് കിട്ടും. ഇനി നമുക്ക് വോട്ട് ചെയ്ത ബൂത്ത് അറിയത്തില്ല. അതായത് ഏത് ബൂത്തിലാണ് വോട്ട് ചെയ്യുന്നത്, ഏത് ബൂത്തിലാണ് വോട്ടുള്ളത് നമുക്ക് അറിയത്തില്ല. ബൂത്ത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ വോട്ടറിൻ്റെ പേര് അവിടെ കൊടുത്തിട്ട് വേണമെങ്കിലും സെർച്ച് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പം വിഷ്ണു എന്ന് കൊടുക്കുകയാണ്. ഇപ്പം എൻ്റെ പേര് ഞാൻ കൊടുത്തു. അതിനുശേഷം ഞാൻ വീട്ടുപേരൊന്നും കൊടുത്തിട്ടില്ല. ഇനി വീട്ടുപേര് വേണമെങ്കിൽ കൊടുത്ത് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും വിഷ്ണു എന്ന പേരിലുള്ള വോട്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നിന്നും എനിക്ക് എൻ്റെത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതേപോലെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് വളരെ അനായാസം കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ
ജില്ലയുടെ പേരും LICയുടെ പേരും കൊടുത്തിട്ട് നമുക്ക് ബൂത്ത് അറിയാമെങ്കിൽ ബൂത്ത് കൊടുക്കുക, ബൂത്ത് അറിയത്തില്ലെങ്കിൽ നമ്മുടെ പേര് സെർച്ച് ചെയ്താലും നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഇനി പേരുമില്ലെങ്കിൽ നമ്മുടെ വീട്ടുപേര് വെച്ച് സെർച്ച് ചെയ്താലും ആ ഡീറ്റെയിൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മളൊരാളുടെ ഡേറ്റ എടുത്ത് കഴിയുമ്പോഴേക്കും കൃത്യമായിട്ട് ഇതേപോലെയാണ് കിട്ടുന്നത്. ആ ഡേറ്റയിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഈ ഫോം പൂരിപ്പിക്കാൻ വേണ്ടി ആവശ്യമായിട്ട് വരും. നമ്മൾ ഒന്നേലത് എഴുതി സൂക്ഷിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുക. നമ്മൾ ആ 2002 ഉൾപ്പെട്ട ഒരു ബന്ധുവിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്, ഒന്നാമത്തെ കോളത്തിൽ ആ ബന്ധുവിൻ്റെ പേര് കൊടുക്കുക. ഇവിടെ ഒന്നാം കോളത്തിൽ ബന്ധുവിൻ്റെ പേര് കൊടുക്കുക. എപ്പിക് നമ്പർ, ഈ 2002 ഡേറ്റയിൽ ആ ബന്ധുവിൻ്റെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, നിർബന്ധമില്ല. ഈ ബന്ധുവിൻ്റെ പേരെന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന സ്ഥലത്ത് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുമായിട്ട് ബ്ലഡ് റിലേഷൻ ഉള്ള ഒരാളുടെ പേര് 2002 SAR ഉൾപ്പെട്ട ഡേറ്റ എടുത്തല്ലോ, അവിടെ ഇദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ പേരവിടെ കാണും. ആ പേരാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് ഇവർ തമ്മിലുള്ള റിലേഷനാണ് നമ്മളിവിടെ കാണിക്കുന്നത്, നമ്മളുമായിട്ടുള്ള ബന്ധമല്ല. ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ അച്ഛൻ്റെ പേര് കൊടുത്തു, അച്ഛൻ്റെ ബന്ധുവിൻ്റെ പേരായിട്ട് കാണിച്ചിട്ടുള്ളത് വല്യച്ഛൻ്റെ പേരാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷനാണ് കൊടുക്കേണ്ടത്, പിതാവ്, ആ റിലേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനുശേഷം ജില്ല എന്നുള്ള നമ്മുടെ ജില്ല കൊടുക്കുക, സംസ്ഥാനത്തിൻ്റെ പേര് കൊടുക്കുക, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് കൊടുക്കുക, നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ കൊടുക്കുക, നേരത്തെ നോട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞാൽ അത് കൊടുക്കുക. ഫാഗൻ നമ്പറും ക്രമ നമ്പറും കൊടുക്കുക. പാർട്ടി നമ്പർ എന്ന് പറയുന്നതാണ് ഫാഗൻ നമ്പർ, ക്രമ നമ്പർ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ 2002 SAR ഡേറ്റയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കൊടുക്കുന്നത്. അവിടുന്ന് ലഭിച്ച വിവരങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത്. അത് കൊടുത്തുകൊണ്ട് നമുക്കിത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും. പിന്നീട് ഒപ്പൂടിട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് BLOയെ ഏൽപ്പിക്കാൻ വേണ്ടി സാധിക്കും.